പടക്കം പൊട്ടിച്ചും ഒച്ച വെച്ചും കാട്ടാനെ തുരത്താൻ കഴിയാതായതോടെ വിവിധ മാർഗങ്ങൾ തേടുകയാണ് ഇപ്പോൾ മലയോര ജനത. കണ്ണൂർ ആറളം ഫാമിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ഒടുവിൽ മണ്ണുമാന്തി യന്ത്രം വരെ വേണ്ടിവന്നു. അപ്പുറത്തെ കൂടി ഇറങ്ങി പോടാ. ഫെൻസിങ് പൊളിച്ചിക്കടാ. ഫെലിക്സ് ആണ് നമ്മുടെ കൂടെയുള്ളത്, കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ്, ഈ കാട്ടാനകളുടെയൊക്കെ വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. നാട്ടുകാരൊക്കെ പടക്കം പൊട്ടിച്ചും ഒച്ച വെച്ചും ഈ ആനയെ കാട്ടിലേക്ക് തുരത്തി എന്നുള്ളത്. നോക്കൂ, അതുപോലും ഇപ്പോൾ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ മനുഷ്യരൊക്കെ എന്ത് ചെയ്യും? ആറളം ഫാമിൽ നിന്നും എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഓരോ സ്വത്തും സംരക്ഷിക്കണം, എങ്കിലല്ലേ മനുഷ്യർക്ക് അവരുടെ ജീവിതമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റൂ. ഇവരെന്ത് ചെയ്യും ഇനി? ഈ ആറളം ഫാമിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ അവിടെ ഒരു 7000 ഏക്കറോളമാണ് ഈ ആറളം ഫാം. അതിൽ 3500 ഏക്കർ അവിടെ ആദിവാസി പുനരധിവാസത്തിന് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 3500 ഏക്കറിൽ കുറേയിടം തരിശായി കിടക്കുന്നു, ബാക്കിയുള്ളിടത്തും കൃഷിയിടമാണ്. അപ്പോൾ ഈ ഇവിടെ വലിയ രീതിയിൽ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിയൊക്കെ ആന വന്ന് നശിപ്പിക്കുകയാണ്. അപ്പം ഫെൻസിങ് ഉണ്ട്, അതായത് ഈ ആറളം വന്യജീവി സങ്കേതത്തോടും ഫാമിനോടും അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഫെൻസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫെൻസിങ് ഒക്കെ തകർത്തുകൊണ്ട് ആന ഈ ഫാമിലേക്ക് എത്തുകയും ഫാമിലെ കൃഷി, അപ്പോൾ കപ്പയുണ്ട്, വാഴയുണ്ട്, ഈ കൃഷിയൊക്കെ തകർക്കുകയാണ്. അപ്പോൾ വലിയ നഷ്ടത്തിലാണ് ഒന്നാമത്തെ ഫാം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ആന കയറി വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കുന്നത്. റബ്ബറൊക്കെ ചെത്തി കളയുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഒരു രക്ഷയുമില്ല. അപ്പോൾ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ ഒച്ച വെക്കുക, ഇതൊക്കെയാണ് മാർഗം. ഈ ആനയെ തുരത്താനുള്ള മാർഗമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആശ്രയിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലം കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് JCB എടുത്ത് ആനയെ ഓടിക്കാനൊരു ശ്രമം അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നടത്തി. ഇതങ്ങനെ JCB കൊണ്ടുവന്നു. ആന അവിടെ ഉണ്ടായിരുന്നു, കൃഷിയിടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആനയെ അവിടെ നിന്ന് ഓടിക്കാൻ JCB ഉപയോഗിച്ച് ആനയെ ഓടിക്കുകയാണ് ചെയ്തത്. അത് ഫലം കണ്ടുവന്നതാണ്, കാരണം ആന അവിടെ നിന്നും ഓടിപ്പോയെന്നതാണ്. അപ്പോൾ ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ അവസ്ഥ. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അവിടുത്തെ ഈ പറയുന്ന കൃഷിയിടത്തിലാണ്. പക്ഷേ അതിലും രൂക്ഷമാണ് അവിടുത്തെ പുനരധിവാസ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഇടത്തെ അവസ്ഥ. കാരണം സ്ഥിരമായി അവിടെ കാട്ടാന ഇറങ്ങും. കാട്ടാന ഇറങ്ങിയും ആളുകളെ കൊല്ലുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. നിരവധി പേരാണ് അവിടെ, 10-ലധികം പേരാണ് അവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ പറയുന്ന ആറളത്ത് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയോടെയാണ് അവിടെ കഴിയുന്നത്. പക്ഷേ അവർക്ക് ഈ ആനയെ പ്രതിരോധിക്കാൻ ഉള്ളൊരു മാർഗം പടക്കം പൊട്ടിക്കുക എന്നതാണ്. അവിടെ ഈ ചുറ്റുമതിൽ, ഒരു മതിൽ സ്ഥാപിക്കുന്നുണ്ട്, ആനമതിൽ. പക്ഷെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഫെൻസിങ് ഉണ്ട്, പക്ഷെ ഫെൻസിങ് ഒക്കെ തകർത്ത് ആന ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് സ്ഥിരമായ ഒരു കാഴ്ചയായി മാറുന്നു. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർഗങ്ങളൊന്നുമില്ല. ഉള്ള മാർഗം ഉപയോഗിച്ച് ആനയെ തുരുത്തുക എന്നതാണ്.